മഴക്കാലത്ത് നമ്മൾക്ക് പുറത്തോട്ട് ഇറങ്ങാൻ തന്നെ നല്ല മടിയായിരിക്കും അല്ലേ? പക്ഷേ ഈ ഒരു സമയത്താണ് നമ്മളുടെ ചെടികളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടാവുക. അപ്പോൾ ദാ ഇങ്ങനെ മഴയൊക്കെ തോർന്ന് നിൽക്കുന്ന സമയത്ത് ഞാനൊന്ന് ചെടികളൊക്കെ നോക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ഗാർഡനിൽ സംഭവിച്ചിട്ടുണ്ട്. മഴ കാണാൻ നല്ല ഭംഗിയാണെങ്കിലും മഴയത്ത് നിൽക്കുന്ന ചെടികളെ കാണാൻ നല്ല ഭംഗിയാണെങ്കിലും ഈ മഴക്കാലത്താണ് നമ്മളുടെ ചെടികളിൽ ഏറ്റവും കൂടുതൽ ചീയലും അതേപോലെ തന്നെ ഫംഗസും ഒക്കെ ബാധിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മളുടെ ചെടികളെ ഈ ഒരു ഫംഗസിൽ നിന്നും ഈ ഒരു ചീയലിൽ നിന്നും സംരക്ഷിക്കാനായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. നമ്മൾ സാധാരണയായി ഈ സമയത്ത് ചെടികൾക്ക് കൊടുക്കാറുള്ള എന്നാൽ അബദ്ധത്തിൽ പോലും നമ്മൾ കൊടുക്കാൻ പാടില്ലാത്ത ചില വളങ്ങളെ കുറിച്ചാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. കൊടുക്കാൻ പാടില്ലാത്തത് മാത്രമല്ല, നിർബന്ധമായിട്ടും നമ്മൾ കൊടുക്കേണ്ട വളത്തെക്കുറിച്ചും ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണണേ. മാത്രമല്ല ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ഹൈപ്പും ചെയ്തേക്കണേ. അപ്പോൾ ഇതാണ് ഞാൻ പറയുന്ന 2 വളങ്ങൾ. ആദ്യത്തേത് കാണുമ്പോൾ തന്നെ അറിയാലോ, എല്ലുപൊടിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗാർഡനിൽ നമ്മൾ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വളമാണല്ലേ ഈ ഒരു എല്ലുപൊടി എന്ന് പറയുന്നത്. എല്ലുപൊടിയിൽ ഫോസ്ഫറസ് കൂടുതലായതുകൊണ്ട് തന്നെ നമ്മളുടെ ചെടികളുടെ വേരിന് ഇത് വളരെ നല്ലതാണ് കേട്ടോ. എന്നാൽ നനഞ്ഞ മണ്ണിൽ ഇത് നമ്മൾ ഇട്ടുകൊടുക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഫലമാണ് കേട്ടോ ഉണ്ടാവുക. മഴക്കാലത്ത് അന്തരീക്ഷത്തിലും നമ്മളുടെ ചെടികളിലും ഈർപ്പം കൂടുതലായിരിക്കുമല്ലോ. ആ ഒരു സമയത്ത് ഈ ഒരു കടലപ്പിണ്ണാക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ മഴവെള്ളം വീണ് ഇത് വളരെ എളുപ്പത്തിൽ തന്നെ കട്ട പിടിക്കും. അങ്ങനെ കട്ട പിടിച്ചാൽ എന്താ സംഭവിക്കുക? പെട്ടെന്ന് തന്നെ ഫംഗസ് വരും. അത് നമ്മളുടെ ചെടികളെയും ബാധിക്കും. ചെറിയ ചെറിയ വേരുകളെ ഇത് നശിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ 2 വളങ്ങൾ നിർബന്ധമായും നമ്മൾ മഴക്കാലത്ത് ഒഴിവാക്കണം. അതുകൊണ്ട് കൂട്ടുകാരെ, ഞാൻ പറഞ്ഞു വരുന്നത് മഴക്കാലത്ത് നമ്മൾ ഈ 2 വളങ്ങൾ ചെടികൾക്ക് കൊടുക്കാതിരിക്കുകയാണ് നല്ലത്. വെള്ളത്തിൽ ചേർത്ത് പുളിപ്പിച്ചു കൊടുക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മഴക്കാലത്ത് അധികമായിട്ടുള്ള വളങ്ങൾ നമ്മളുടെ ചെടികൾക്ക് കൊടുക്കേണ്ട കാര്യമില്ല. അഥവാ കൊടുക്കുന്നെങ്കിൽ തന്നെ വളരെ നേർപ്പിച്ച് മണ്ണൊന്ന് ചെറുതായിട്ട് ഉണങ്ങിയിരിക്കുന്ന സാഹചര്യങ്ങളിൽ മാത്രം കൊടുക്കുക. അപ്രതീക്ഷിതമായി വരുന്ന ഈ മഴക്കാലത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കാതിരിക്കുന്നത് തന്നെയാണ് കേട്ടോ നല്ലത്. ഷെയ്ഡിൽ നിൽക്കുന്ന ചെടികൾക്ക് കുഴപ്പമില്ല. ഡയറക്റ്റ് മഴ കിട്ടുന്ന ചെടികൾക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇതേപോലെ തന്നെ അടുത്ത ഒരു വളമാണ് NPK പോലെയുള്ള വളങ്ങൾ. നമ്മൾ മഴക്കാലത്ത് NPK പോലെയുള്ള ശക്തമായ വളങ്ങൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല മഴ പെയ്യുന്ന സമയത്ത് ഈ വളങ്ങളെല്ലാം ഒറ്റയടിക്ക് വേരിലേക്ക് ഇറങ്ങി നമ്മളുടെ വേര് തന്നെ അത് മൊത്തത്തിൽ അങ്ങോട്ട് നശിപ്പിച്ച് കളയോട്ടോ. അപ്പോൾ അങ്ങനെയുള്ള വളങ്ങളും നമ്മൾ ഈ ഒരു മഴക്കാലത്ത് കുറച്ചൊന്ന് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. ഇതൊക്കെ കേൾക്കുമ്പോൾ തോന്നും മഴക്കാലത്തപ്പോൾ വളങ്ങളൊന്നും കൊടുക്കാൻ പാടില്ലേ എന്ന്. അങ്ങനെയല്ല കേട്ടോ. നമ്മൾ വളങ്ങൾ ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് നമ്മളുടെ ചെടി അങ്ങോട്ട് നശിച്ചു പോവുകയാണെങ്കിലോ, അപ്പോൾ അത് ഒഴിവാക്കുകയല്ലേ നല്ലത്. ഇതേപോലെ ഒരു കാലാവസ്ഥയിൽ നമ്മൾ വളർച്ചയേക്കാൾ കൂടുതൽ നമ്മളുടെ ചെടി നശിച്ചു പോവാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ നമ്മളുടെ ചെടികൾ നശിച്ചു പോകാതിരിക്കാനായിട്ട് പ്രകൃതിദത്തമായ ഒരു മരുന്നാണ് ഈ കാണുന്ന വേപ്പിൻ പിണ്ണാക്ക്. ഇതിൽ ആൻറ്റി ബാക്ടീരിയകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് മണ്ണിൽ ദോഷകരമായ കീടങ്ങളെയും ഫംഗസിനെയും നശിപ്പിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ചേർക്കേണ്ടതെന്ന് കാണിച്ചു തരാം. ഇത് നമ്മൾ മേളിൽ വെറുതെ വിതറിയിട്ടാൽ മാത്രം പോരാ. ഇത് കണ്ടോ, ഈ ഒരു ചെടിയുടെ സൈഡിൽ ഞാൻ ചെറുതായിട്ടൊരു കുഴി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതായത് മണ്ണിനടിയിലേക്ക് ഇത് മൂടിക്കൊടുക്കുക. മഴക്കാലം ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇത് മൂടിയില്ലെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മഴ പെയ്യുന്ന സമയത്ത് ഇതങ്ങോട്ട് ഒലിച്ചു പോവും. അല്ലാന്നുണ്ടെങ്കിൽ അതവിടെ കിടന്ന്
പൂപ്പൽ പിടിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മണ്ണിനടിയിലാക്കി ഇതൊന്ന് മൂടുന്നത് കേട്ടോ. വേപ്പിൻ പിണ്ണാക്ക് കയ്യിലില്ലെങ്കിൽ വിഷമിക്കേണ്ട, അതിന് പകരമായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. നല്ലൊരു ഫംഗിസൈഡ് തന്നെയാണ് നമ്മളുടെ മഞ്ഞൾപ്പൊടിയും. വളപ്രയോഗം പോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഒന്നാമത്തെ കാര്യമാണ് ഡ്രെയിനേജ് ഹോൾ. നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം അല്ലെങ്കിൽ മഴവെള്ളം നന്നായിട്ട് തന്നെ ഒലിച്ച് താഴത്തേക്ക് പോകുന്നുണ്ടോ എന്നുള്ളതൊന്ന് നോക്കുക. വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ ഡ്രെയിനേജ് ഹോൾ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് കൊടുക്കണം. ചെറിയൊരു കമ്പ് വെച്ചിട്ട് നമ്മൾ ആ ഡ്രെയിനേജ് ഹോൾ ഒന്ന് കുത്തി കൊടുക്കുകയാണെങ്കിൽ തന്നെ വെള്ളം അതിലൂടെ നന്നായിട്ട് ഊർന്നു പോയിക്കോളും. വെള്ളം കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ നമ്മളുടെ ചെടികൾ ചീത്തയായി പോവും. അതേപോലെ തന്നെ CC പ്ലാന്റ്, അഗ്ലോണിമ പോലെയുള്ള ചെടികൾ അത്യാവശ്യം മഴ കിട്ടുന്ന സ്ഥലത്താണ് വെച്ചിരിക്കുന്നതെങ്കിൽ അതൊന്ന് മാറ്റിവെക്കണം. കാരണം ഈ ഒരു പ്ലാന്റ്സിനൊന്നും അധികം വെള്ളത്തിന്റെ ആവശ്യമില്ല. കൂടുതൽ വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ചെടി ചീത്തയായി പോകട്ടോ. ചെടിച്ചട്ടികളിൽ നിൽക്കുന്ന ചെടികളാണ് കേട്ടോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മണ്ണിൽ നിൽക്കുന്ന ചെടികൾക്ക് അങ്ങനെ കാര്യമായിട്ട് പ്രശ്നമൊന്നും വരാറില്ല. ഇതാ നോക്കിയേ, എൻ്റെ മണ്ണിൽ നിൽക്കുന്ന ചെടികളെല്ലാം നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നത്. അതേപോലെ തന്നെ മഴക്കാലത്ത് അധികം ചെടികൾ കട്ട് ചെയ്യാതിരിക്കലാണ് നല്ലത്, പ്രത്യേകിച്ച് ബൊഗേൻവില്ല പോലുള്ളവ. അഥവാ കട്ട് ചെയ്യുകയാണെങ്കിൽ ഫംഗിസൈഡ് എന്തെങ്കിലും ചേർത്ത് കൊടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇത് കഴിഞ്ഞ ദിവസം വീട്ടിൽ വിരിഞ്ഞ നിശാഗന്ധിയാണ് കേട്ടോ. ഇതാ കണ്ടില്ലേ, മുട്ടാണോ വിരിഞ്ഞതാണോ എന്ന് പെട്ടെന്ന് അറിയാൻ പറ്റില്ല. എങ്കിലും കാണുമ്പോൾ ഇതേപോലെ ഒന്ന് തളർന്നൊടിഞ്ഞാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ അത് വിരിഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇത് ബാൽക്കണിയിൽ വിരിഞ്ഞതാണ്. ഏറ്റവും മേളിലും ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും ഇന്നലെ തന്നെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് കയറിയായിരുന്നു, പക്ഷെ വീഡിയോ ഒന്നും എടുത്തില്ല. ഇതാ കണ്ടില്ലേ, ഇതാണ് മുകളിൽ കൊഴിഞ്ഞു പോയത് കേട്ടോ. ഇതിലെന്താണെന്നറിയില്ല, നിറച്ചുറുമ്പ് വന്നിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ വിരിഞ്ഞു നിൽക്കുന്ന സമയമാണെങ്കിലും ഒരുപാട് പ്രാണികൾ ഇതിൻ്റെ ഉള്ളിൽ വന്നത് കാണാം കേട്ടോ. നല്ലൊരു മണമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ സ്മെല്ല്. പലപ്പോഴും ഈ സ്മെല്ല് കിട്ടുമ്പോഴാണ് ഞാനിത് വിരിഞ്ഞു എന്നുള്ളത് അറിയുന്നത്. പ്രത്യേക പരിചരണമൊന്നും നമ്മളുടെ ഒരു നിശാഗന്ധിക്ക് ആവശ്യമില്ല കേട്ടോ. എൻ്റെ വീഡിയോ ആദ്യം മുതൽക്കേ തന്നെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും, ഞാൻ കാര്യമായിട്ട് അങ്ങനെ വളമൊന്നും നമ്മളുടെ നിശാഗന്ധിക്ക് കൊടുക്കാറില്ല. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണേ. അതേപോലെ ഗാർഡനിങ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്തും കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ളട്ടെ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.